ജനവാസ മേഖലയിലെ വന്യമൃഗ ആക്രമണം തടയാൻ സംയുക്ത കർമ്മ പദ്ധതി തയ്യാറാക്കണമെന്ന് ഹൈക്കോടതി. ഇതിനായി കർണാടകയും തമിഴ്നാടുമായി ചേർന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി തല സമിതി രൂപീകരിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. വയനാട്ടിലെ ഫെൻസിംഗ്, കിടങ്ങുകൾ എന്നിവയുടെ രൂപരേഖ വനംവകുപ്പ് നൽകണം. വന്യമൃഗങ്ങൾ അതിർത്തി മാറുമ്പോൾ നേരിടുന്ന നിയമതടസ്സം ഒഴിവാക്കുന്നതിനായാണ് ഇടപെടൽ. വയനാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ വന്യമൃഗ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഇടപെടൽ. ആളക്കൊല്ലിക്കാട്ടാന ബേലൂർ മഖ്നയെ മയക്കുവെടിവെക്കുന്നതിന് നിലവിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവുണ്ട്. എന്നാൽ ബേലൂർ മഖ്ന കർണാടകയിലേക്ക് കടന്നാൽ വെടിവെക്കുന്നതിന് നിയമതടസ്സമുണ്ട്. ഈ നിയമതടസ്സം മറികടക്കുന്നതിനാണ് സംയുക്ത കർമ്മ പദ്ധതി രൂപീകരിക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. കർണാടക, തമിഴ്നാട് അഡീഷണൽ ചീഫ് സെക്രട്ടറി തല സമിതി ഇതിനായി രൂപീകരിക്കണമെന്നാണ് ഇടക്കാല ഉത്തരവ്. വന്യജീവികളെ വെടിവെക്കാൻ ഉത്തരവിടാനുള്ള അധികാരം ജില്ലാ കളക്ടർമാർക്കില്ല. വയനാട്ടിൽ വന്യജീവികൾ കടക്കാതിരിക്കാൻ സ്വകാര്യ വ്യക്തികളും വനവകുപ്പും വൈദ്യുതി വേലികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്തരം ഫെൻസിംഗ്, കിടങ്ങുകൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള രൂപരേഖ നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഉത്തരമേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ 10 ദിവസത്തിനകം രൂപരേഖ ഹൈക്കോടതി നിയോഗിച്ച സമിതിക്ക് നൽകണമെന്നാണ് നിർദ്ദേശം. വന്യമൃഗങ്ങൾക്ക് ജലലഭ്യത ഉറപ്പാക്കാൻ സ്വീകരിച്ച നടപടികളും അറിയിക്കണം. വന്യമൃഗങ്ങളുടെ കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാൻ കൃത്രിമ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. വന്യമൃഗ ആക്രമണം പരിഹരിക്കാൻ കർണാടകയും തമിഴ്നാടും എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. വന്യമൃഗ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് 27-ന് വീണ്ടും പരിഗണിക്കും. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.